ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു രസകരമായൊരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നടക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അനിമേറ്റഡ് ഫോട്ടോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തലമുറകൾപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അവർ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതായത് നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത പലരുടെയും ചിലപ്പോൾ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ആ ഫോട്ടോസ് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അവരുടെ ഒരു അനിമേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഇമോഷണലി പ്രിയപ്പെട്ട ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പല വിവരങ്ങളും ഞാൻ ഇതിൽ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ തന്നെ കാണാം. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. നമ്മുടെ കമ്പ്യൂട്ടർ ബ്രൗസറിനകത്ത് ഗൂഗിളിനകത്ത് MyHeritage എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് സെർച്ച് റിസൾട്ട് വരും. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ myheritage.com എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും നമുക്ക് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസ് അനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് മറ്റ് പല ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് നമ്മളൊന്ന് മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചിട്ട് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് അനിമേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനെ നിങ്ങൾ ഫാമിലി ട്രീ എന്നുള്ള ഓപ്ഷനകത്ത് അനിമേറ്റ് ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് അനിമേറ്റ് യുവർ ഫാമിലി ഫോട്ടോസ് അപ്ലോഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ഫോട്ടോ കൊടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ നിങ്ങൾ ഫോട്ടോ സേവ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങളൊരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് ഒന്ന് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളിപ്പോൾ മൊബൈലിലാണെങ്കിലും നിങ്ങൾക്ക് മൊബൈലിലും ഇത് ചെയ്യാം, മൊബൈലിൽ ബ്രൗസറിലും ചെയ്യാം. ഇപ്പോൾ മൊബൈലിലെ ആപ്ലിക്കേഷനകത്തും ഈ അനിമേറ്റ് ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പ്യൂട്ടർ ബ്രൗസർ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അവർ വി ആർ അനിമേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുശേഷം അത് പ്രോസസ്സിങ് ആവുള്ളൂ. അതുപോലെ നമ്മളിപ്പം ഫ്രീ വെർഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് പൈസ കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനിമേഷൻ ഓപ്ഷൻസ് നമുക്കിതിനകത്ത് കിട്ടും. അപ്പോൾ ഫ്രീ വെർഷൻ ആണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് വേറെ അനിമേറ്റിംഗ് ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്, അതായത് നമ്മുടെ അനിമേറ്റഡ് ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് താഴെയുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ സുഭാഷ് ചന്ദ്രബോസിൻ്റെ, ആ ഫോട്ടോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പക്ഷേ നമുക്കതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അത് എങ്ങനെ അത് അനിമേറ്റായി കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഫോട്ടോസോ ആരുടെ ഫോട്ടോസോ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാൻ പറ്റും, അത് എൻ്റെ ഒരു കുഞ്ഞിലുള്ള ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയാണ് ഞാനിപ്പം അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. പക്ഷേ ഇതിന് ഒരു കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ചൈൽഡ്ഹുഡ് ക്യൂട്ട്നെസ്സും അതുപോലെ അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളും സ്വന്തമായിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് എന്തായാലും ഉണ്ടാവും. എനിക്കത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അതിന് ഡൗൺലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവസ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഈ അനിമേറ്റഡ് ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ മാത്രമല്ല നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഓപ്ഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം.
വീണ്ടും ഫാമിലി ട്രീ എന്നുള്ള ഓപ്ഷനിൽ പോകുക. അതിനകത്ത് കളറൈസ് ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എങ്ങനെ കളർ ഫോട്ടോസ് ആക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തും അപ്ലോഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ അപ്ലോഡ് ഫോട്ടോ എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. അപ്പോൾ ഇതിപ്പോൾ അപ്ലോഡിങ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ഈ ഒരു ഫോട്ടോയാണ് ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു കളർ ഫോട്ടോ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡായി ഒന്ന് പ്രോസസ്സ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഫോട്ടോ അനിമേറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിനും കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതൊക്കെ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെയും അതുപോലെ വെബ്സൈറ്റ് എത്ര പേര് ആക്സസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പോലെ ഇരിക്കും അതിൻ്റെ സ്പീഡ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസ് റെഡി എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പം സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ആ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോട്ടോ എങ്ങനെയായിരുന്നു, ഇപ്പം കളറായിട്ടുള്ള ഫോട്ടോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പം നോർമലി നമ്മൾ കളറൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, എൻഹാൻസ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മുടെ ഫോട്ടോയുടെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഹാൻസ് യുവർ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫോട്ടോ അല്പം കൂടെ ഡെപ്തിൽ നമുക്ക് കിട്ടും. അതായത് അതിൻ്റെ കളറിൻ്റെ ബ്രൈറ്റ്നസ്സും അതുപോലെ ഷാർപ്പ്നെസ്സൊക്കെ നമുക്ക് അല്പം കൂടെ നമുക്ക് എടുത്ത് കാണിക്കുന്ന രീതിക്ക് നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഈ ഇമേജ് കിട്ടും. യുവർ എൻഹാൻസ്ഡ് ആൻഡ് കളറൈസ്ഡ് ഫോട്ടോസ് റെഡി എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ ആദ്യം കളറൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസിനെക്കാളും ഇപ്പോൾ അല്പം കൂടെ ഷാർപ്പ്നെസ്സും ഡെപ്തൊക്കെ കൂടിയായിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിനെ വേണമെങ്കിലും ഡൗൺലോഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഫേസ് വെച്ചിട്ട് ആ ഫേസിലുള്ള ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫേസ് സെലക്ട് ചെയ്ത് നിങ്ങൾ സ്ലൈഡർ മാറ്റിക്കഴിഞ്ഞാൽ പഴയ ഫോട്ടോ എങ്ങനെയായിരുന്നു, ഇപ്പോൾ പുതിയ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ആ ഓരോ ഫേസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രീ വെർഷനകത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പൈസ കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ ആനിമേറ്റഡ് ഫോട്ടോസിനകത്ത് എന്തൊക്കെ വേറെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇതൊരു ഫാമിലി ട്രീ എന്നുള്ള ഓപ്ഷനകത്ത് നമ്മുടെ അറിയപ്പെടാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ അതൊന്നും വലുതായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പോൾ ആവശ്യമെന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് വേണ്ടി, അതായത് നമ്മുടെ ഫോട്ടോസ് അനിമേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. മറ്റുള്ളത് ഇപ്പോൾ നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് ഈ ബാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് കാണാം. അതിനായി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, സീ യു.